ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്നത് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അതേപോലെ തന്നെ സൗണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. കിക്കർ സൈഡിൽ സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്തേ നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ജർക്കിങ് കാണിക്കുന്നുണ്ട്. അതല്ലാതെ കൊണ്ട് വേറെ കംപ്ലൈൻറ്റ് ഒന്നും പറയാനില്ല. ജർക്കിങ് സൗണ്ടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവൽ ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അല്ലാതെ കൊണ്ട് വേറെ പ്രോബ്ലം ഇല്ല. നിലവിൽ ഓയിൽ ലെവൽ കുറവുണ്ട്. അപ്പോൾ ഓയിൽ നമുക്ക് ടോപ്പപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ മെയിൻ കംപ്ലൈൻറ്റുകളിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇപ്പോൾ നമ്മൾ ഓയിൽ മാറ്റി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓടിക്കുമ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് കയറ്റിയിട്ട് വീണ്ടും ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെവൽ കുറയണില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. കുറയാൻ സാധ്യത കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഓയിൽ ഇടയ്ക്ക് മാറ്റാൻ വൈകി പോയിട്ട് കുറഞ്ഞതാണ്. തന്നെയല്ല നമുക്കിവിടെ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ലീക്കേജും കാണുന്നുണ്ട്. ഇവിടെ ലീക്കായിട്ട് കുറേ ഓയിൽ ഈ വഴിക്കും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കാം. ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് ഈ ലീക്കിൻ്റെ കേസ് നമുക്ക് റെഡിയാക്കാം. അതിന് ശേഷം എഞ്ചിൻ ഓയിൽ മാറ്റാം കേട്ടോ. പിന്നെ ക്ലച്ച് സൈഡിൽ നിന്ന് സൗണ്ട് തന്നെ കിക്കറിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഫുള്ള് വൈബ്രേഷൻ കംപ്ലൈൻറ്റാണ് നമ്മൾ മെയിനായിട്ട് ഫീൽ ചെയ്യുക. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലൊക്കെ പൊടി കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്ന് പൊടി വന്നിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതുമ്പോൾ യൂസ് ചെയ്തേക്കുന്ന ക്ലച്ച് ഷൂ ഡ്യൂപ്ലിക്കേറ്റാണ്. ഡ്യൂപ്ലിക്കേറ്റ് ക്ലച്ച് ഷൂ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള തേമാനമായിരിക്കില്ല കാണിക്കുക. തന്നെയല്ല നമുക്കതിന് പൊടി കൂടുതലായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പറഞ്ഞ കംപ്ലൈൻറ്റാണ്. അത് തൽക്കാലം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല രീതിയിൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. അത്രയാണ് നമുക്കതൊന്ന് ചെയ്യാൻ പറ്റുക കേട്ടോ. പിന്നെ നമുക്കിത് ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ ഓയിൽ സീൽ വേണമെങ്കിൽ മാറ്റിയിടാം. ഈ സൈഡ് ചെറിയ ഓയിൽ ലീക്കിൻ്റെ അരമണി കാണണം കേട്ടോ. ആ കൈയോടെ നമുക്ക് ചേഞ്ച് ചെയ്തിടാം. ഇപ്പുറത്തെ ചെറുതായിട്ടുണ്ട്, പക്ഷെ അത്രയും കൂടെ കുഴപ്പമില്ല. ബെൽറ്റ് നമുക്കിതിപ്പോൾ കിടക്കുന്നത് പുതിയതാണ്. കമ്പനി ബെൽറ്റൊന്നും അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് ഇതിപ്പോൾ കിടക്കുന്നത്. പക്ഷെ എന്നാൽ പോലും പുതിയതാണ് കേട്ടോ. അപ്പോൾ ക്ലച്ചിനകത്ത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ആ സൗണ്ട് പറഞ്ഞതുകൊണ്ട് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് കാണുന്ന കംപ്ലയിൻസുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ ക്ലച്ച് ഷൂ ഡ്യൂപ്ലിക്കേറ്റ് കിടക്കണതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ്. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ചെറിയൊരു ജർക്കിങ്, ഈ ബ്രേക്ക് ക്യാമിൻ്റെ ഒക്കെ ചെറിയൊരു ജർക്കിങ് സൗണ്ട്, അതൊക്കെ നോർമൽ അങ്ങനെയല്ലേ ഉണ്ടാവും. നമുക്ക് കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സൗണ്ട് നിലവിലില്ല. സാധാരണ ഇപ്പോൾ നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞൊക്കെ ഓടിക്കഴിഞ്ഞാൽ പിസ്റ്റൺ തേമാനം വന്നിട്ട് വരുന്ന സൗണ്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നിലവിലില്ല. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ. അതിനകത്ത് നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് നോക്കി ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ബോൾട്ട് വാഷ് ഓറിങ് നമുക്ക് മാറ്റിയിടും. പിന്നെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് റബ്ബറും മൗണ്ട് റബ്ബറും രണ്ടെണ്ണം മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഓയിൽ സീൽ ഒരെണ്ണം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലത്തെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ, ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. നമുക്ക് ഏകദേശം ഒരു 7 മണിയാകുമ്പോഴത്തേക്കും എടുക്കാം. ഓക്കെ.